സംസ്ഥാനത്ത് ആശങ്കയായി മഞ്ഞപ്പിത്തം പടരുകയാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരട്ടി പേർ രോഗം ബാധിച്ച് ഈ വർഷം മരിച്ചുവെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക്. ആശുപത്രിയിൽ ചികിത്സ തേടുന്നവരുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. മലപ്പുറം, എറണാകുളം ജില്ലകളിലാണ് രോഗബാധ കൂടുതൽ. രോഗം പടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ശുചിത്വം പാലിക്കണമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. ഒരു പ്രേക്ഷകൻ ചോദിച്ചു, രോഗമാണോ രോഗലക്ഷണമാണോ? മഞ്ഞപ്പിത്തം യഥാർത്ഥത്തിൽ ജോണ്ടിസ് എന്നുള്ളതൊരു രോഗലക്ഷണം തന്നെയാണ്. ആ രോഗലക്ഷണത്തിന് പല കാരണങ്ങളുണ്ടെങ്കിലും വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന അണുവിൻ്റെ ബാധയാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ടുള്ളത്. അത് ജലജന്യ രോഗം കൂടിയാണ് എന്നതാണ് ആശങ്കപ്പെടുത്തുന്നത്. വിവരങ്ങളുമായി നമുക്കൊപ്പം മുബഷിർ പി അക്ബറും മലപ്പുറത്തെ വിവരം നൽകും. ഇതുവരെ മലപ്പുറം ജില്ലയിൽ മാത്രം 8 പേർ മരിച്ചിട്ടുണ്ട്. അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം പെരുമ്പാവൂരിലെ രോഗബാധയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകും. ഒരാൾ കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. സുനിഷ അയ്യലൂരും നമുക്കൊപ്പം ചേരും. തെക്കൻ കേരളത്തിലെ മഞ്ഞപ്പിത്തത്തിന്റെ വ്യാപനം സംബന്ധിച്ച വാർത്ത സുനിഷ അയ്യലൂരും നമുക്ക് നൽകും. ആദ്യം ഞാൻ മുബഷിറിലേക്ക് പോകുന്നു. ഏറ്റവും കൂടുതൽ ആളുകൾ ഇതുവരെ ജില്ലയിൽ മരിച്ചത് മലപ്പുറത്താണ്. 8 പേരാണ് മരിച്ചിരിക്കുന്നത്. മുബഷിർ പി അക്ബർ, അല്പം ആശങ്കപ്പെടുത്തുന്നുണ്ട് സാഹചര്യമല്ലേ? നിശ്ചയമായും അരുൺകുമാർ, മലപ്പുറം ജില്ലയിലെ സാഹചര്യം അല്പം ആശങ്കപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇന്നലത്തെ അടിയന്തര യോഗത്തിന് ശേഷം ജില്ലാ മെഡിക്കൽ ഓഫീസറായ ആർ രേണുക തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന മലപ്പുറം തിരൂരിലാണ്. കുടയുൾപ്പെടെ ചൂടി മഴ കനക്കുന്നൊരു സാഹചര്യം തിരൂരിലുണ്ട്. വളരെ വേഗത്തിൽ കാലാവസ്ഥ മാറുന്നതുൾപ്പെടെ ഈ നിലയിൽ ജലജന്യ രോഗങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നു എന്നുള്ളതാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 5 മാസത്തിനിടെ മലപ്പുറം ജില്ലയിൽ മാത്രം 8 പേരാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ, അതായത് മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചിരിക്കുന്നത്. ഇത് മലയോര മേഖലയിലാണ് ഏറ്റവും വലിയ രോഗവ്യാപനം ഉണ്ടായിരിക്കുന്നത്. അത്തരമൊരു പശ്ചാത്തലത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം DMOയുടെ നേതൃത്വത്തിൽ അവിടെ 2 ഇടങ്ങളിലായി അടിയന്തര യോഗം ചേർന്നത്. ചാലിയാറിലും പോത്തുകല്ലുമായി യോഗം ചേർന്നതിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. വീടുകൾ കയറി തന്നെ ബോധവൽക്കരണം നടത്തണം. ഈ ഒരു മേഖലയിലൂടെയുള്ള കുടിവെള്ള സ്രോതസ്സുകളിൽ കൃത്യമായ ക്ലോറിനേറ്റ് സംവിധാനം ചെയ്യണമെന്ന നിർദ്ദേശം നൽകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ അവിടെയുള്ള ഉദ്യോഗസ്ഥരോടും വീടുകൾ കയറി തന്നെ ലഘുലേഖകൾ നൽകിക്കൊണ്ട് ബോധവൽക്കരണം നൽകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൂടാതെ ഈ ഒരു കിണറുകളിലൊക്കെ തന്നെ ക്ലോറിനേറ്റ് ചെയ്യണം. കുടിവെള്ളം ഉപയോഗിക്കുമ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ എന്ന കർശനമായ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ 5 മാസത്തിനിടെ 8 പേരുടെ മരണം സംഭവിച്ചതും ഈ ഒരു മലയോര മേഖലയിലാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യം. ഏറ്റവും ഒടുവിലത്തെ മരണം സംഭവിച്ചത് പോത്തുകല്ലിലെ കൊടാലിപ്പൊയിലായിരുന്നു. മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലായിരുന്ന പോത്തുകൽ സ്വദേശി സക്കീർ മരിച്ചത് ചികിത്സയിലിരിക്കുകയാണ്. അദ്ദേഹം കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് മരണം സംഭവിച്ചത്. മഞ്ഞപ്പിത്തം കരളിനെ ബാധിച്ചതിനെ തുടർന്നായിരുന്നു മരണം എന്നുള്ളതാണ് ഡോക്ടേഴ്സും മനസ്സിലാക്കുന്നത്. ഈ മേഖലയിലൊക്കെ തന്നെ കേന്ദ്രീകരിച്ചാണ് കൃത്യമായ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ആരോഗ്യവകുപ്പ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം കാളികാവ് ചോക്കാട് സ്വദേശിയായ 14-കാരനും മരിച്ചത് മഞ്ഞപ്പിത്തം മൂലമാണെന്ന് കുടുംബാംഗങ്ങൾ ആരോപിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ വിശദമായ റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷമേ മഞ്ഞപ്പിത്തം മൂലമാണോ മരണം മലപ്പുറം ജില്ലയിൽ ഈ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നത് ഏതെങ്കിലും ചില മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണോ? അങ്ങനെ എന്തെങ്കിലും സൂചനകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? അരുൺകുമാർ, അത് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്. ജില്ലയിലെ മലയോര മേഖലയായ നിലമ്പൂരിലെ ചാലിയാറും പോത്തുകല്ലും കോടാലിപ്പൊയിലും അതുപോലെ തന്നെ കാളികാവ് ഉൾപ്പെടെയുള്ള മേഖലയിലാണ് ഇപ്പോൾ ഈ ഒരു രോഗവ്യാപനം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടായിരുന്നു ഇന്നലെ ആ ഒരു മേഖല കേന്ദ്രീകരിച്ചുള്ള പ്രതിരോധ നടപടികളിലേക്ക് ജില്ലാ ആരോഗ്യ വിഭാഗം കടന്നത്. ആദ്യഘട്ടത്തിൽ ചാലിയാറിലെ പ്രതിരോധ നടപടിയുടെ ഭാഗമായുള്ള അടിയന്തര യോഗത്തിൽ കൃത്യമായ നിർദ്ദേശങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും നൽകിയിരിക്കുന്നത്. വീടുകൾ കയറി ബോധവൽക്കരണം നടത്തണം. കാരണം ആളുകൾക്ക് ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാകാത്ത സാഹചര്യമുണ്ട്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഇതുമായി ബന്ധപ്പെട്ട ക്രമീകരണം നടത്തണം. ഈ ഒരു ചെറിയ PHC പോലെയുള്ള ചെറിയ ആശുപത്രികൾ ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ട പ്രത്യേക സജ്ജീകരണങ്ങൾ ഉണ്ടാക്കണമെന്ന നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ആളുകൾ കൃത്യമായ ജാഗ്രത പാലിക്കണം. കാരണം ഇപ്പോൾ നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെയുണ്ട്. കാലാവസ്ഥ വളരെ വേഗത്തിൽ ശരിയാണ്. ഇനിയിപ്പോ മഴയും കൂടി കണക്കുമ്പോൾ മഞ്ഞപ്പിത്തത്തിനോടൊപ്പം പനിയടക്കമുള്ള അസുഖങ്ങൾ കൂടി ഉണ്ടാവും. അത് കുറച്ചുകൂടി സ്ഥിതി സങ്കീർണമാക്കുകയും ചെയ്യും. അപ്പോൾ പ്രേക്ഷകർ ശ്രദ്ധിക്കുക, ആരോഗ്യവകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഇത് മലപ്പുറത്ത് മാത്രവുമല്ല, എറണാകുളത്ത് പെരുമ്പാവൂരിലും രോഗബാധയുണ്ട്. ഒരാൾ കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. മലപ്പുറത്ത് മരിച്ചത് 8 പേരാണെങ്കിൽ ഒരാളുടെ മരണമാണ് ഇപ്പോൾ എറണാകുളത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം ചേരുന്നു. അർജുൻ മട്ടന്നൂർ, അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്തടക്കം ഇനിയിപ്പോൾ ആരോഗ്യവകുപ്പിന് പരിശോധന നടത്തേണ്ടി വരും. കാര്യം അവിടെയെല്ലാം നല്ല വെള്ളം കുടിക്കാതെ മലിനമായ ജലം കുടിക്കുകയും ഒരുപക്ഷെ ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബാധ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലുമാണ്. ഒരാൾക്ക് പിടിച്ചാൽ വളരെ പെട്ടെന്ന് ബാക്കിയുള്ള ആളുകൾക്ക് പടർന്നു പിടിക്കാൻ പറ്റുന്നൊരു സാമൂഹ്യ സാഹചര്യം പെരുമ്പാവൂരിൽ അതിഥി തൊഴിലാളികൾക്കിടയിലുണ്ട്. അതൊരു ആശങ്കയായി മാറുന്നുണ്ടോ?
ഡോക്ടർ അരുൺകുമാർ, എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ മേഖലയിലാണ് ഇത്തരത്തിൽ മഞ്ഞപ്പിത്തം പടരുന്നത്. പെരുമ്പാവൂർ മേഖലയിൽ തന്നെ വേങ്ങൂർ പഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ മഞ്ഞപ്പിത്ത ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 200 പേർക്കാണ് ഇതുവരെ ഈ ഒരു പഞ്ചായത്തിൽ മാത്രം രോഗം സ്ഥിരീകരിച്ചത്. ഏപ്രിൽ 17-ാം തീയതിയാണ് ആദ്യ സ്ഥിരീകരണം വന്നത്, ആദ്യത്തെ രോഗം സ്ഥിരീകരിച്ചത്. അതിനുശേഷം തുടർന്ന് തൊട്ടടുത്തുള്ള വാർഡുകളിലടക്കം നിരവധി ആളുകൾക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിക്കുകയായിരുന്നു. ഏതാണ്ട് 41 പേർ ഇപ്പോൾ ചികിത്സയിൽ കഴിയുകയാണ്. ഇതിൽ 4 പേർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസം 51 വയസ്സുള്ള ഒരു വീട്ടമ്മ മരിക്കുകയും ചെയ്തിരുന്നു. ജോളി രാജു എന്നു പേരുള്ള ഒരു വീട്ടമ്മയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. ഇതിന് പിന്നാലെ പ്രതിരോധ പ്രവർത്തനങ്ങളടക്കം ഊർജിതമാക്കിയിട്ടുണ്ടെങ്കിലും പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടില്ല. ഇതിൽ ഏറ്റവും ഗുരുതരമായ കാര്യം ഈ മേഖലയിൽ വേങ്ങൂർ പഞ്ചായത്തിൽ ഈ മഞ്ഞപ്പിത്തം പടർന്നത്, ഇതിന്റെ പ്രധാന ഉറവിടം ജല അതോറിറ്റിയുടെ കുടിവെള്ള വിതരണ പദ്ധതിയിൽ നിന്ന് വെള്ളം കുടിച്ചവർക്കാണ് ഈ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഗുരുതരമായ കാര്യം. ഇക്കാര്യം ആരോഗ്യവകുപ്പ് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ രോഗം വ്യാപനം രൂക്ഷമായതോടെയാണ് ഈ കുടിവെള്ള പദ്ധതിയിലെ വെള്ളം പരിശോധനയ്ക്ക് അയച്ചത്. അപ്പോഴാണ് ഇതിൽ ക്ലോറിനേഷൻ നടന്നിട്ടില്ല, ക്ലോറിന്റെ അംശമില്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. സാധാരണ വേനൽക്കാലത്ത് ഇവിടെ വലിയ കുടിവെള്ളക്ഷാമം ഉണ്ടാവുകയും തുടർന്ന് അടുത്തുള്ള കനാലിലെ വെള്ളം അടക്കം ഉപയോഗിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ അപ്പോഴും ഈ ക്ലോറിനേഷൻ നടത്തി കൃത്യമായി ശുദ്ധീകരിച്ച ശേഷമാണ് ഈ വെള്ളം ഉപയോഗിക്കാറ്. പക്ഷേ അത്തരത്തിൽ നടന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല, ഇതിൽ ജല അതോറിറ്റി ജലവിഭവ മന്ത്രി ജോഷി അഗസ്റ്റിനടക്കം നാട്ടുകാരടക്കം പരാതി നൽകിയിരുന്നു. ഇതിൽ അന്വേഷണം നടത്തിയപ്പോൾ മനസ്സിലാക്കുന്നത് ഈ ജല അതോറിറ്റിയുടെ ചില ജീവനക്കാർ അവർ ഈ മൊബൈൽ ആപ്പ് ഉപയോഗിച്ചാണ് ഈ മോട്ടോർ അടക്കം ഓണാക്കുന്നതും ഓഫാക്കുന്നതും. ഈ പദ്ധതി നടക്കുന്ന ഈ കുടിവെള്ള സ്രോതസ്സിന്റെ ഈ മേഖലയിൽ ശുചീകരണം പോലും കൃത്യമായി നടക്കുന്നില്ല എന്നും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത്. ജലവിഭവ വകുപ്പ് കൂടുതൽ താല്പര്യമെടുത്തു തന്നെ ചെയ്യേണ്ട കാര്യം തന്നെയാണ്.